ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ സഹകരണം ദേവസ്വം തുറമുഖം വകുപ്പ് മന്ത്രി വി.എൻ. വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർക്കാർ വകുപ്പുകളുടെ യോഗം വിലയിരുത്തി. വകുപ്പുകളുടെ ഏകോപനത്തിനായി റവന്യൂ കൺട്രോൾ റൂം സജ്ജമാക്കും. 7 പൊന്നാന ആറാട്ട് ദിവസങ്ങളിൽ കൂടുതൽ പോലീസുകാരുടെ സേവനമുണ്ടാകും. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കും. ക്ഷേത്ര പരിസരത്ത് അനധികൃത ലഹരി വിൽപ്പന തടയുന്നതിന് എക്സൈസ് കർശന പരിശോധന നടത്തും. ക്ഷേത്ര പരിസരത്ത് 24 മണിക്കൂറും അഗ്നിരക്ഷാസേനയുടെ സേവനമുണ്ടാകും. സാനിറ്റേഷനും ക്ലോറിനേഷനും ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിക്കും. ആംബുലൻസ് സൗകര്യം ഉറപ്പാക്കും. ആരോഗ്യവകുപ്പുമായി ചേർന്ന് സംയുക്ത സ്ക്വാഡ് രൂപീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഭക്ഷ്യസുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. വനം വകുപ്പ് എലഫന്റ് സ്ക്വാഡിന്റെ സേവനം ഉറപ്പാക്കും. ഏറ്റുമാനൂർ ശ്രീ കൈലാസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി എ. ഷാഹുൽ ഹമീദ്, ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടോമി കുരുവിള, അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എസ്. ശ്രീജിത്ത്, RDO ജിനു പുന്നൂസ്, കോട്ടയം തഹസിൽദാർ TS അനിൽകുമാർ, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും യോജിച്ച് ട്രാഫിക് സംവിധാനത്തെക്കുറിച്ച് കാലകൂട്ടി ഒരു പ്ലാനുണ്ടാകും. 2, പാർക്കിങ്ങിന് 8ാം ഉത്സവം മുതൽ നമ്മുടെ സ്കൂൾ മൈതാനം ചോദിക്കുന്നതിന് പകരം 1ാം ഉത്സവം മുതൽ തന്നെ ചോദിച്ച് അത് തരപ്പെടുത്തുന്ന രൂപത്തിലേക്ക് വരണം. 2, 3 ഇവിടെ ഉപദേശക സമിതി സൂചിപ്പിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറുപടി ദേവസ്വംകാർ പറഞ്ഞില്ല. 7 പൊന്നാനയ്ക്ക് പാസ് ഇഷ്യൂ ചെയ്യുന്നത് ദേവസ്വം ഉപദേശക സമിതിയായി ബന്ധപ്പെട്ടായിരിക്കണം എന്ന് പറഞ്ഞു. അല്ലാത്ത ആളുകൾ അത് എടുക്കുന്നതിന് വേണ്ടി പാസുമായി വരുന്നുണ്ട് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് കൃത്യമായി അതിന് ചുമതലപ്പെട്ട ആളുകൾ മാത്രമേ വരാവുള്ളൂ എന്ന അവരുടെ അഭിപ്രായം മാനിക്കണം എന്നാണ് ദേവസ്വം ഭാരവാഹികളോട് പറയാനുള്ളത്. മറ്റൊന്ന്, ആനകളെ കുളിപ്പിക്കുന്ന ക്ഷേത്രത്തിനകത്ത് വെച്ച് മറ്റ് മാർഗ്ഗമില്ലെന്നാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ഉപദേശക സമിതിയും എഞ്ചിനീയറും എല്ലാവരും കൂടി ഒന്ന് കൂടി ആലോചിക്കുക. അപ്പോൾ അത് പരിഹരിച്ച രൂപത്തിലേക്ക് വരാൻ കഴിയും. i4a ന്യൂസ്, ഏറ്റുമാനൂർ.